BDJSന്റെ കാര്യത്തിലേക്ക് പോകാം. BDJSൽ അസ്വാരസ്യം പുകയുകയാണ്. NDA വിടണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. നിർണായക നേതൃയോഗം മറ്റന്നാൾ ചേരും. നേതൃയോഗത്തിൽ ഭിന്നത ചർച്ച ചെയ്യും. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, ഒരു മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കുകയാണ്. കാരണം NDA ഒരു തരത്തിലും പരിഗണിക്കുന്നില്ലെന്ന അഭിപ്രായം അത് BDJSലെ ഒരു വിഭാഗത്തിനുണ്ട്. റോഷ്നി, മുന്നണി മാറ്റം ഒക്കെ ഒരു വിഭാഗം ഇതിൽ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും അത് അത്ര പെട്ടെന്ന് സാധ്യമാകാനിടയില്ല. എങ്കിലും അസ്വാരസ്യം തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഈ തർക്കം, NDAയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള BDJSന്റെ തർക്കം, ഒരു വിഭാഗത്തിന്റെ തർക്കം മറനീക്കി പുറത്തു വന്നത്. എറണാകുളം ജില്ലയിലൊക്കെ നമ്മളത് കണ്ടതാണ്. ആവശ്യത്തിന് പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കാനൊക്കെ ഒരു നീക്കം BDJS നടത്തിയതാണ്. പിന്നീടാണ് തിരികെ വന്ന് NDAയ്ക്കൊപ്പം ചേർന്ന് നിന്ന് മത്സരിച്ചത്. ഈ ഒരു അസ്വസ്ഥത പല ജില്ലകളിലും പ്രതിഫലിക്കുകയും ചെയ്തു. ആലപ്പുഴയിലാണെങ്കിൽ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. ഇത്തരത്തിൽ മുന്നണി മാറ്റത്തിന്റെ ഒരു സാധ്യതയൊക്കെ അവിടെയും ഇവിടെയുമായി നിൽക്കുമ്പോഴും ഈ പറയുന്നത് പോലെ BDJS സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ മുന്നണി വിട്ടുപോകാനുള്ള ഒരു താല്പര്യം ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എങ്കിലും 23-ന് നടക്കുന്ന നേതൃയോഗത്തിൽ തീർച്ചയായും ഈ അസ്വാരസ്യങ്ങളും അതൃപ്തിയും സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുള്ളത് NDA വേണ്ട പരിഗണന നൽകുന്നില്ല. അത് മാത്രമല്ല, NDAയെ സംബന്ധിച്ചിടത്തോളം ഇത് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. BDJSന്റെ ബാന്ധവം കാര്യം ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈഴവ സമുദായാംഗങ്ങൾക്കൊക്കെ NDAയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള ഒരു മടി മാറ്റിക്കൊടുക്കാൻ ഇത് ഉതകി എന്നുള്ളൊരു കണക്കുകൂട്ടൽ NDAയ്ക്കുണ്ട്. എന്നാൽ അതിന് തിരിച്ചൊരു ഉപകാരം കിട്ടിയില്ല എന്നുള്ള പരാതിയാണ് BDJSന്റെ ഒരു വിഭാഗത്തിനുള്ളത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വളരെ പ്രസക്തവുമായിരുന്നു. NDAയെ സംബന്ധിച്ചിടത്തോളം BDJS കൂടെ നിൽക്കുന്നത് കൊണ്ട് സവർണ വോട്ടുകൾ വേണ്ടത്ര, സവർണ ഹിന്ദു വോട്ടുകൾ വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകാം. അതിൽ തന്നെയുണ്ട് അതിന്റെ അർത്ഥം. ഏതായാലും അസ്വസ്ഥതകളൊക്കെ ഇങ്ങനെ BDJSനുള്ളിൽ പുകയുന്നുണ്ട്. മുന്നണി മാറ്റത്തിന്റെ പെട്ടെന്നൊരു സാധ്യത ഇല്ലെങ്കിൽ പോലും അതിലേക്കൊക്കെയുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ തുറന്നു വച്ചിട്ടുണ്ട്. ഏതായാലും 23-ന് നടക്കുന്ന നേതൃയോഗത്തിൽ തീർച്ചയായും ഈ അസ്വാരസ്യങ്ങളും പരാതികളുമെല്ലാം ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യും. ശരി, ലേബി സജീന്ദ്രനാണ് BDJSുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.